എന്തൊരു കഷ്ടകാലമായത്. കുടുങ്ങി. എന്താ കള്ളനും പോലീസും കളിക്കുമ്പോൾ എപ്പോഴും വിജയിക്കുന്നത് പോലീസ് തന്നെയായിരിക്കും. ഞാൻ പുറത്തിറങ്ങട്ടാ, നിനക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ആലോചിക്കുന്നത് ഞാൻ ഇന്നലെ തന്നെ ആലോചിക്കുന്നവനാ. എന്നെ അടിക്കല്ലേ രാജാഭായ്, എനിക്ക് സത്യമായിട്ട് ഒന്നും അറിയില്ല. വെറുതെ എന്തിനാ എന്നെ അടിക്കുന്നേ? ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. മിണ്ടരുത്, കൂടുതൽ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട. എന്നാ ശരി ശരി. ഇനി അടിക്കാനാണ്? ഇല്ല, ഇനി നിന്നെ തല്ലില്ല. അതിനു പകരം മൂസയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങളോട് പറയണം. അയ്യോ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. നിന്റെ സഹോദരിയുടെ മാനം രക്ഷിച്ചത് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. പക്ഷെ നിന്റെ അനിയത്തി അങ്ങ് കത്തിക്കരിഞ്ഞു പോയാലോ? ഒരുപക്ഷെ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചാലോ? അതിപ്പോ എങ്ങനെയുണ്ടാവും? വേണ്ട വേണ്ട, ദേവി തന്റെ അനിയത്തി ഒന്നും ചെയ്യല്ലേ. നിന്റെ ഫാമിലിയുടെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലായിരിക്കുന്നത്. ആലോചിക്ക. പറയാ, ഞാൻ എല്ലാം പറയാം. എന്നെ ദേവി ഇത് വെറുതെ വിടണം. ഞാൻ ബോസിനോട് ഇതിനെ കുറിച്ച് ഒന്നും പറയില്ല. നിങ്ങൾ പോലീസാണെന്നുള്ള കാര്യം പറയില്ല. എന്തിനാ എടുക്കുന്നത്? നീ നല്ലവണ്ണം ആലോചിച്ചോ. ഈ നാട് നമുക്ക് അമ്മയെ പോലെ. അയ്യോ, എന്റെ അമ്മയുടെ സത്യം, ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. ശരി, ഇവനെ ഇറക്കി വിട്ടേക്ക്. ഓക്കെ സാർ. രാജാ, ഞാൻ ഇറങ്ങാം. യെസ് സാർ. എന്തൊരു കഷ്ടകാലമായത്. എന്തിനാ എടുക്കുന്നത്? അയ്യോ സാർ, എന്തിനാ സാർ പിന്നെ അടിക്കുന്നത്? ഇതിപ്പോ ഫ്രീ ആയിട്ട് തന്നതാ. ഇപ്പൊ ചെല്ല്, നീയും ഫ്രീയാ. വേലം കിട്ട വേദന തന്നെ ഇനിയും മാറിയിട്ടില്ല. അതിനടക്ക നിന്നെ ഒരുതിന് മാത്രം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ കണക്കൂട്ടലുകൾ അല്പം പിഴച്ചുപോയതുകൊണ്ട് സമ്രാട്ടിന്റെ സാധനം എടുക്കാൻ പറ്റിയില്ല. ഇതുപോലെ അവൻ ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എനിക്കൊന്നും പറ്റാത്ത അവസ്ഥയാവും. അവൻ എന്നെ ടോട്ടലായി നശിപ്പിക്കും. സമ്രാട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴെന്തെങ്കിലും ചെയ്തേ പറ്റൂ. കഴിവടാ മോനെ, എന്തിനാടാ കരടിയെ പോലെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? വാ തുറന്ന് എന്തെങ്കിലും പറയടാ, കിടന്ന് നെളിയാതെ വായ തുറന്നു പറ. ബോസിന് എന്നെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞാൻ ഇവിടുത്തെ ഒരു വമ്പം പുള്ളിയാ. ഇപ്പൊ എല്ലാവരുടെയും പിടി എന്റെ കയ്യിലാ ഉള്ളത്. സമ്രാട്ടിന്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താണത്? ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലാ. ആ പെണ്ണിനോട് പ്രേമം മൂത്ത് അങ്ങേർക്ക് ഭ്രാന്തളയിരിക്കുക. എന്നുവെച്ചാ? ഒന്ന് ക്ഷമിക്കു സാറേ, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതൊന്ന് നോക്കിയേ. ഇതെന്താ ഇത്? ഒന്ന് നോക്ക് ബോസ്. എന്താ കാണുന്നില്ലേ? അത് ആരുടെ ഫോട്ടോയാടോ? എന്താ ഇത്? ബോസിന് കണ്ണ് കണ്ടൂടെ? അയ്യോ ബോസ്, ഞാനുള്ളതല്ലേ പറഞ്ഞത്. എന്തിനാ അടിക്കുന്നത്? അത് ആരുടെ ഫോട്ടോ എന്ന് ശരിക്കും അയ്യോ ബോസ്, മാറിപ്പോയതാ. ഇത് നോക്ക്. ദൈവമേ, ഇനി ഈ ഫോട്ടോയും മാറിപ്പോയോ? ഇല്ല ഇല്ല ഇല്ല. എന്താ സാർ ഇത്? സാർ എന്തിനാ തല്ലിയത് ഞാൻ പിന്നെ പറയാം. എന്ത് ചെയ്താലും അത് ശരിയാവുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഒന്നിലും അത്ര തിടുക്കം വേണ്ട. അവൻ വളരെ ഇന്റലിജന്റ് ആണ്. അവനെ പെട്ടെന്ന് ഭേദമാക്കണമെന്നല്ലേ ചിന്തിക്കൂ. സമ്രാട്ടിനെ പിടിക്കാൻ വേണ്ടി ഇപ്പൊ എന്താ പ്രത്യേകിച്ച് വലയും വിരിച്ചിരിക്കുകയാണ് അവൻ. മൂസയെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് സമ്രാട്ടിനെ പിടിക്കുന്നത് അത്ര വലിയ കാര്യമല്ല. ഡെഫിനറ്റ്ലി വി വിൽ ക്യാച്ച് ഹിം. ഓക്കെ ഓക്കെ ഓക്കെ. മോത്തി, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ.
നമസ്കാരം. നമസ്കാരം. സാറുണ്ടോ? ആ ഉണ്ടല്ലോ, കയറി വാ. ആ രാജ, നിങ്ങളായിരുന്നു. ഇരിക്കിരിക്കു. താങ്ക് യു സാർ. കുടിക്കാനെന്താ എടുക്കണ്ടേ? മോത്തി ആ പറയൂ സാർ. ചായ എടുത്തു കൊടുക്ക്. അല്ല വേണ്ട സാർ, ഇരിക്കട്ടെ. താഞ്ചല്ലേ. ശരി സാർ. അല്ല ഇപ്പൊ എന്താ പ്രത്യേകിച്ച്? ആക്ച്വലി സാർ ഞാനത് എന്താ പറഞ്ഞു തന്നെ. മനസ്സിലായി. എന്നും ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് എന്റെ മോളെ നിനക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? നോക്ക്, ഓഫീസിലാണ് ഞാൻ നിനക്ക് മേലുദ്യോഗസ്ഥൻ. പക്ഷെ ഈ വീട്ടില് ഞാൻ നിന്റെ ഭാവി അമ്മായിയച്ഛനാണ്. തന്നെയുമല്ല, നിങ്ങളുടെ എൻഗേജ്മെന്റും കഴിഞ്ഞതാണ്. ഇനി എന്തിനാ നാണിക്കുന്നത്? അല്ല സാർ, അതല്ല രാജ, ഞാൻ വളരെ സന്തോഷവാനാണ്. നീ നിന്റെ ഡ്യൂട്ടിയിൽ വളരെ ആത്മാർത്ഥതയുള്ള ആളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സമ്രാട്ടിനെയും മൂസയും പിടിക്കാനായി നീ നടത്തുന്ന ഓരോ ശ്രമങ്ങളും വേണമെങ്കിൽ നോക്കിയോ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു മാതൃകയായിരിക്കും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് രാത്രി ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ അല്ല വേണ്ട സാർ. നമ്മൾ എപ്പോഴും കള്ളന്മാരുടെ കാര്യം മാത്രമല്ലേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്നൊരു മാറ്റം ഉണ്ടായിക്കോട്ടെ. പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചോ? അത് സാറേ, മൂസയും സാമ്രാട്ടിനെയും പിടിക്കുന്നതിന് മുന്നേ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല സാർ. ഓക്കെ മൈ സൺ, ഐ ആം പ്രൗഡ് ഓഫ് യു. സാർ, ആരോഹി എവിടെയും കാണുന്നില്ലല്ലോ. എവിടെയാ അവൾ? ആരോഹി അവളുടെ മുറിയിലുണ്ട്. കാണണോ? ചെല്ലടോ. എനിക്ക് അകത്തോട്ട് വരാമോ? നീയോ? വരൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം നിന്നെ കാണാൻ വന്നത്. ദിവസം മുഴുവനും ഞാൻ ജോലിയിൽ ബിസിയാണ്. നീയും ഇപ്പോഴൊക്കെ ഒരുപാട് ബിസിയാണല്ലേ? ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോണ്ട് കുറച്ച് വർക്ക് പ്രഷറൊക്കെ ഉണ്ട്. നീ എന്താ ഈയിടെയായിട്ട് പുറത്ത് വെച്ചും പേഷ്യൻസിനെ കാണാറുണ്ടോ? നീ എന്നെ സംശയിക്കുകയാണോ? ഞാനൊരു പോലീസ് ഓഫീസറാണ് ആരോഹി. ക്രിമിനൽസിനെ കൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ വാച്ച് ചെയ്യും. ഇതേക്കുറിച്ച് നീ ഇപ്പൊ എന്തിനാ എന്നോട് സംസാരിക്കുന്നേ? കൊള്ളാം. നമ്മുടെ എൻഗേജ്മെന്റ് റിങ്ങിനെ പോലും നീ എടുത്ത് മാറ്റിയല്ലേ? ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പോലും പ്രശ്നം ഉണ്ടായിരുന്നോ? നമ്മുടെ ഇടയിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുവാണ് അല്ലേ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. റിലേഷൻഷിപ്പും കല്യാണമൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കില്ലല്ലോ. നമ്മുടെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കും. റിലേഷൻഷിപ്പ് ഒരു എൻഗേജ്മെന്റ് റിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാളെ നീ എൻ്റെ കൂടെ വരണം. ഞാൻ നിന്നെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സ്ഥലത്തേക്ക്. നാളെ വേണ്ട, പിന്നൊരു ദിവസം വരാം. എനിക്കറിയാം നീ വരില്ലെന്ന് എനിക്കറിയാം. രാജ,